അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് താമരപ്പാടം, അതായത് കൊല്ലങ്കോടുള്ള താമരപ്പാടം ഫ്ലവർ ഷോ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് താമരപ്പാടം ഒന്ന് കണ്ടിട്ട് വരാം. നല്ലൊരു ഇതാണ് അത്. താങ്ക് യു. അപ്പോൾ ഇന്നുള്ളത് കൊല്ലങ്കോടാണ്. കൊല്ലങ്കോട് ഈ വീട് ഈ ദൃശ്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യമല്ല. കാരണം കൊല്ലങ്കോട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വീട് ഇതിൽ കാണിച്ചിരിക്കണം. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള താമരപ്പാടം, ഇതിലാണ് ഫ്ലവർ ഷോ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടെയാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനടുത്ത് തന്നെ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൽ 30 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാം. അകത്തോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ നല്ല കണ്ണിന് കുളിർമയാകുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇരുവശങ്ങളിലും ചെടികളും പൂക്കളും എല്ലാം തന്നെ നല്ല രീതിയിൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇരിപ്പിടങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഏർമാടങ്ങളുണ്ട്. അതുപോലെ തന്നെ പാടത്തിന് നടുവിലായിട്ടൊരു ആനയുടെ പ്രതിമ ഉണ്ട്. അത് വളരെ ഭംഗിയായിട്ട് തോന്നി. കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇതിൽ കാണുന്ന ഒരു ഏർമാടങ്ങളുണ്ടല്ലോ, നമ്മൾ ഈ ചെറിയ ചെറിയ ഏർമാടങ്ങൾ നമ്മൾ മേലോട്ട് കയറി കഴിഞ്ഞാൽ അതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പാടത്തിൻ്റെ എല്ലാ ഭാഗവും കാണാൻ കഴിയും അവിടെ നിന്നുകൊണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് കാണുന്നൊരു വ്യൂ ഉണ്ട്. ആ മലനിരകൾക്കിടയിൽ പച്ചപ്പിന് പരവതാനി വിരിച്ചു എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആ വയലിങ്ങനെ കിടക്കുന്നു, അതിനിടയിലുള്ള പൂക്കളും വളരെ ഭംഗിയാണ്. അപ്പോൾ പാലക്കാട് കൊല്ലങ്കോട് വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. മനസ്സിനും കണ്ണിന് നല്ല കുളിർമയാകുന്ന ദൃശ്യങ്ങളാണ്. കൊല്ലങ്കോട് കാണാൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണിത്.